സുനൂസ് ബയോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ബയോളജി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനിലെ സുവോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. സുവോളജി ആകെ മാർക്ക് 30, ആകെ സമയം 1 മണിക്കൂറാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1-2 മിനിറ്റ് കണ്ട് അത് ഓഫ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കൃത്യമായ അറിവ് ലഭിക്കുന്നതല്ല. ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം ഉത്തരമെഴുതിയാൽ മതി. ഓരോ മാർക്ക് വെച്ചാണ് ലഭിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസ്ക്രിപ്ഷൻ കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ ഈസ് കോൾഡ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കീ. ഇതിൽ ആൻസർ മോണോഗ്രാഫാണ്. മോണോഗ്രാഫ് ഈസ് എ ടാക്സോണമിക്കൽ എയ്ഡ്. Second question, identify an oviparous mammal from following example. A. Pteropus, B. Ornithorhynchus, C. Balenoptera, D. Equus. മുട്ടയിടുന്ന സസ്തനിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ആൻസർ ഈസ് ഓർണിത്തോറിങ്കസ്. ഇതിനെ പ്ലാറ്റിപ്പസ് എന്നും പറയും. ഇവിടെ തന്നിരിക്കുന്നത് ഓർണിത്തോറിങ്കസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് A denote in the given equation? CO2 plus H2O gives H2CO3. ആരോ മാർക്കിൻ്റെ മുകളിലായി എ എന്ന് തന്നിട്ടുണ്ട്. ഏത് എൻസൈമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻസ് ആർ ലിപ്പേസ്, ലാക്ടേസ്, കാർബോണിക് അൻഹൈഡ്രേസ്. ഇതിൻ്റെ ആൻസർ സി ആണ്, കാർബോണിക് അൻഹൈഡ്രേസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻ കിഡ്നി ആൻജിയോടെൻസിനോജൻ ഈസ് കൺവേർട്ടഡ് ടു angiotensin 1 by dash. A. Atrial natriuretic factor, B. Thyroxine, C. Acetylcholine, D. Renin. മനുഷ്യവൃക്കയിൽ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നത് റെനിൻ എന്ന ഹോർമോണാണ്. സോ ആൻസർ ഈസ് ഡി, റെനിൻ. ഈ ഹോർമോണിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. RENIN ആണ്. കാരണം വേറൊരു എൻസൈം റെനിൻ, RENNIN, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട്. ഇവിടെ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരുന്നില്ല. അഞ്ചാമത്തെ ചോദ്യം, ദ റീജിയൻ ഓഫ് ദ ബ്രെയിൻ വിച്ച് കൺട്രോൾ ദ ഫങ്ഷൻസ് സച്ച് ആസ് ബോഡി ടെമ്പറേച്ചർ, urges ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. A. ഹൈപ്പോതലാമസ്, B. സെറിബ്രം, C. അസോസിയേഷൻ ഏരിയാസ്, D. തലാമസ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരീര താപനില, കഴിക്കാനും കുടിക്കാനുമുള്ള ത്വര എന്നീ ധർമ്മങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം തിരിച്ചറിയുക. ഹൈപ്പോതലാമസ് ആണ് ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 9 എണ്ണം എഴുതുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. A. ICBN, B. ICZN. ആൻസർ നോക്കാം. ICBN ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സെവൻത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം എ വിത്ത് കോളം ബി. കോളം എയിൽ തന്നിരിക്കുന്നത് പ്ലാറ്റിഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക എന്നീ ഫൈലങ്ങളുടെ പേരാണ്. കോളം ബിയിൽ തന്നിരിക്കുന്നത് ഗിൽ, മാൽപിജിയൻ ട്യൂബ്യൂൾസ്, ഫ്ലെയിം സെൽസ്, നെഫ്രീഡിയ എന്നിങ്ങനെയുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെ പേരുകളാണ്. കോളം എ അതേപടി പകർത്തി എഴുതുക. അതിനുശേഷം കോളം ബിയിൽ നിന്ന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുത്ത് എഴുതുക. പ്ലാറ്റിഹെൽമിന്തസ്, ഫ്ലെയിം സെൽസ്, അനലിഡ, നെഫ്രീഡിയ, ആർത്രോപോഡ, മാൽപിജിയൻ ട്യൂബ്യൂൾസ്, മൊളസ്ക, ഗിൽ. എയ്ത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രാം. മസ്കുലാർ ടിഷ്യൂവിൻ്റെ 3 ഡിവിഷൻസ് തന്നിട്ടുണ്ട്. അതിൽ സ്കെലിറ്റൽ മസിൽ തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ബിയും ഡിയും ഫില്ല് ചെയ്യണം. ഇതിൽ 3 എണ്ണത്തിൻ്റെയും ഓരോ എക്സാമ്പിൾ എഴുതേണ്ടതാണ്. അതിൽ A, C എന്നിങ്ങനെ 2 ഓർഗൻസിൻ്റെ കോളം ഫില്ല് ചെയ്യാനുണ്ട്. ഡിയുടെ കോളം ഓൾറെഡി ഫിൽ ചെയ്ത് ഹാർട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ A, B, C, D എന്നിങ്ങനെ 4 കോളംസ് ഫിൽ ചെയ്യണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. മസ്കുലാർ ടിഷ്യൂ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3: സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സോ B ഈസ് സ്മൂത്ത് മസിൽ, D ഈസ് കാർഡിയാക് മസിൽ. ഇനി സ്കെലിറ്റൽ മസിലിൻ്റെ എക്സാമ്പിൾ ലെഗ്സ്.
സ്മൂത്ത് മസിലിൻ്റെ ഉദാഹരണം എക്സാമ്പിൾ സി സ്റ്റൊമക്ക്. കാർഡിയാക് മസിലിൻ്റെ ഓൾറെഡി തന്നിട്ടുണ്ട് ഹാർട്ട് എന്ന്. സോ ആൻസർ എ ഈസ് ലെഗ്, ബി ഈസ് സ്മൂത്ത് മസിൽ, സി സ്റ്റൊമക്ക്, ഡി കാർഡിയാക് മസിൽ. സ്ട്രയേറ്റഡ് മസിലിന് എക്സാമ്പിളായി എല്ലാ വോളണ്ടറി മസിൽസും എഴുതാം. ലെഗ്സ് മാത്രമല്ല, ഹാൻഡ് മസിലോ ഏത് മസിൽ എഴുതിയാലും വോളണ്ടറി ആക്ഷനായിട്ടുള്ള മസിൽസ് ആണെങ്കിൽ അത് എക്സാമ്പിളായിട്ട് വരും. അതുപോലെ സ്മൂത്ത് മസിലിന് എക്സാമ്പിളായിട്ട് വോൾസ് ഓഫ് സ്റ്റൊമക്ക് മാത്രമല്ല, ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസ്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, യൂറിനറി ബ്ലാഡർ, യൂട്രസ് എന്നിങ്ങനെ ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ മസിൽസും എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എന്നാൽ ഹാർട്ടിൽ കാണുന്ന മസിൽ കാർഡിയാക് മസിൽ എന്നത് മാത്രമേ എഴുതാൻ പറ്റൂ. 9th question, answer the following. A. Identify the figure A and B. Second question, B. Write one example for A and B. താഴെ തന്നിരിക്കുന്നവയ്ക്ക് ഉത്തരം എഴുതുക. എ. ചിത്രം എയും ബിയും തിരിച്ചറിയുക. ബി. എക്കും ബിക്കും ഓരോ ഉദാഹരണം എഴുതുക. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഫിഗർ എ ഈസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഫിഗർ ബി ഈസ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. എക്സാമ്പിൾ ഫോർ എ അല്ലെങ്കിൽ ഡെൻസ് റെഗുലർ ടിഷ്യൂ ഈസ് ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്. ടെൻഡൻ, ലിഗമെൻറ്റ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ടെൻഡൻ ഈസ് എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഹെൽപ്സ് ടു ജോയിൻ എ മസിൽ ടു ബോൺ, whereas ligament is a dense regular connective tissue which helps to attach one bone to another. Example for dense irregular connective tissue is skin. 10th question is, no significant digestive activity occurs in large intestine. Mention the functions of large intestine. ദഹന പ്രക്രിയയിൽ വൻകുടലിന് പങ്കില്ല. വൻകുടലിൻ്റെ ധർമ്മം വിശദീകരിക്കുക. The functions of large intestine are absorption of some water, minerals and certain drugs, secretion of mucus which helps in lubrication. 11th question, observe the graph and answer the following. What does the graph represent? Write down the favorable factors for the formation of oxyhemoglobin in alveoli. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ partial pressure of oxygen in millimeter mercury is given, and in y-axis percentage saturation of hemoglobin with oxygen is given. So the answer of A is oxygen dissociation curve. ഇനി ബി പാർട്ട് നോക്കാം. ആൽവിയോളസിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആകാൻ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ആവശ്യമാണ്. ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ലെസ്സർ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ and lower temperature. 12th question, list out the functions of lymph. Lymph is responsible for immune responses of the body. Lymph is a carrier for nutrients, hormones, etc. Fats are absorbed through lymph in the lacteals present in the intestinal villi. 13ാമത്തെ ചോദ്യം, the counter current mechanism helps to maintain the concentration gradient in the medullary interstitium. Explain how it happens. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആൻഡ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് നെഫ്രോൺ ആൻഡ് വാസ റെക്ട ഷോയിങ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം, ഈ രണ്ട് പിക്ചേഴ്സും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. Concentration of glomerular filtrate is done by counter current system of Henle's loop and vasa recta. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ബൗമാൻസ് ക്യാപ്സ്യൂളിൽ കാണപ്പെടുന്ന ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. ബൗമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ഫിൽറ്റർ ചെയ്തു വരുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആക്കുന്നത് ഹെൻലേസ് ലൂപ്പിൻ്റെയും വാസ റെക്ടയിലെയും കൗണ്ടർ കറൻറ്റ് മെക്കാനിസം വഴിയാണ്. രണ്ട് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം ഉണ്ട്. നെഫ്രോണിൻ്റെ യു ഷേപ്ഡ് ട്യൂബുലാർ പാർട്ടാണ് ഹെൻലേസ് ലൂപ്പ്. ഹെൻലേസ് ലൂപ്പിന്
ഒരു അസെൻഡിങ് ലിംബും ഒരു ഡിസെൻഡിങ് ലിംബുമുണ്ട്. ഫ്ലോ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഇൻ ദ അസെൻഡിങ് ലിംബ് ആൻഡ് ഡിസെൻഡിങ് ലിംബ്. ഇങ്ങനെ ഫിൽട്രേറ്റ് രണ്ട് ഓപ്പോസിറ്റ് ദിശയിലൂടെ അസെൻഡിങ് ലിംബിലും ഡിസെൻഡിങ് ലിംബിലും ഒഴുകുന്നതിനെ കൗണ്ടർ കറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കൗണ്ടർ കറൻറ്റ് സിസ്റ്റം ഏതാണെന്ന് നോക്കാം. വാസ റെക്റ്റ ഈസ് ദ ബ്ലഡ് വെസൽ ദാറ്റ് സറൗണ്ട്സ് ദ ഹെൻലിസ് ലൂപ്പ്. വാസ റെക്റ്റ എന്ന് പറയുന്നത് ഹെൻലിസ് ലൂപ്പിനോട് ചേർന്ന് കിടക്കുന്ന രക്തക്കുഴലാണ്. വാസ റെക്റ്റയ്ക്കും അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബുമുണ്ട്. ബ്ലഡ് ഈസ് ഫ്ലോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ത്രൂ ദ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. ഇതാണ് രണ്ടാമത്തെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. ഒന്നുകൂടി പറഞ്ഞാൽ, ഹെൻലിസ് ലൂപ്പിലൂടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് ഒഴുകുന്നത്. വാസ റെക്റ്റയിലൂടെ ബ്ലഡാണ് ഒഴുകുന്നത്. ഹെൻലിസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിലൂടെ ഒഴുകുന്ന ഫിൽട്രേറ്റിലെ സോഡിയം ക്ലോറൈഡ് വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലെ ബ്ലഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഈ സോഡിയം ക്ലോറൈഡ് വാസ റെക്റ്റയുടെ അസെൻഡിങ് പോർഷനിലൂടെ മെഡുലറി ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിലേക്ക് തിരിച്ചെത്തുന്നു. ഇൻറ്റർസ്റ്റിഷ്യം എന്ന് പറയുന്നത് നെഫ്രോണുകളുടെ ഇടയിലുള്ള സ്പേസാണ്. ഇതിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ഇതിലേക്കാണ് സോഡിയം ക്ലോറൈഡ് തിരിച്ചെത്തുന്നത്. കുറഞ്ഞ അളവിൽ യൂറിയ ഹെൻലിസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിലേക്ക് കടക്കുകയും അത് കളക്റ്റിംഗ് ട്യൂബ്യൂളിലൂടെ തിരികെ ഇൻറ്റർസ്റ്റിഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സോഡിയം ക്ലോറൈഡും യൂറിയയും മെഡുലറി ഇൻറ്റർസ്റ്റിഷ്യത്തിൽ എത്തുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഇതുമൂലം കളക്റ്റിംഗ് ട്യൂബ്യൂളിലുള്ള വെള്ളം തിരികെ ഇൻറ്റർസ്റ്റിഷ്യത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ യൂറിനിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനേക്കാൾ 4 times കോൺസെൻട്രേറ്റഡ് ആണ് യൂറിൻ. ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഈ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം വഴി കളക്റ്റിംഗ് ട്യൂബ്യൂളിലെ ജലം പുനരാഗിരണം ചെയ്യുകയും കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കുകയും യൂറിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അങ്ങനെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. 14th question. Muscle fibers are two types, red fibers and white fibers. Question A. Name the red colored pigment in muscle fiber. B. Elucidate the major difference between red fiber and white fiber. മസിൽ ഫൈബറിൽ കാണുന്ന റെഡ് കളേർഡ് പിഗ്മെൻ്റ് ആണ് മയോഗ്ലോബിൻ. സോ 14th question A ആൻസർ ഈസ് മയോഗ്ലോബിൻ. ഇനി റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. റെഡ് മസിൽ ഫൈബർ വെരി ഹൈ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ, മൈറ്റോകോൺട്രിയ മോർ ഇൻ നമ്പർ, ലെസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, ഫെറ്റിക് വെരി സ്ലോലി. എന്നാൽ വൈറ്റ് മസിൽ ഫൈബർ വെരി ലോ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ, മൈറ്റോകോൺട്രിയ ലെസ് ഇൻ നമ്പർ, മോർ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഫെറ്റിക് ക്വിക്ലി. 15th question. Identify the type of receptors for the following stimulus. A. Receptors for sense of smell. B. Receptors for sense of taste. C. Name the bean-shaped structure associated with the limbic system of brain. Sense the smell. Receptors for sense of smell is olfactory receptor. Receptors for sense of taste are receptors present on taste buds. C is the bean-shaped structure associated with the limbic system of brain that sense the smell is hippocampus.
So 15th question's answers: A. Olfactory receptor, B. Taste bud, and C. Hippocampus. 16th question, answer the following. A. Name the bony cavity in which the pituitary gland is located. Pituitary gland സ്ഥിതി ചെയ്യുന്ന അസ്ഥികവചത്തെ വിളിക്കുന്ന പേരെന്ത്? B. List any 3 hormones produced from the pituitary gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും 3 ഹോർമോണുകളുടെ പേരെഴുതുക. ആൻസർ നോക്കാം. ബോണി ക്യാവിറ്റി വെയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഈസ് സെല്ല ടെർസിക്ക. ഇനി ഹോർമോണുകൾ നോക്കാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നിവയാണ്. ഇൻ്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ MSH. അതുപോലെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഈ ഹോർമോണുകളിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്കോളിയോഡൺ, പ്രിസ്റ്റിസ്, കാർക്കറോഡൺ ആൻഡ് ട്രൈഗൺ ആർ ദ എക്സാമ്പിൾസ് ഓഫ് എ ക്ലാസ് ഇൻ വെർട്ടബ്രേറ്റ്സ്. എ. മെൻഷൻ ദ ക്ലാസ്. ബി. ലിസ്റ്റ് ഔട്ട് എനി 5 ക്യാരക്ടേഴ്സ് ഓഫ് ദ ക്ലാസ്. സൂപ്പർ ക്ലാസ് പീസസിനെ ക്ലാസ് കോൺട്രിക്തിസ് എന്നും ക്ലാസ് ഓസ്റ്റിക്തിസ് എന്നും 2ആക്കി തിരിച്ചിരിക്കുന്നു. അതിൽ ക്ലാസ് കോൺട്രിക്തിസ് അല്ലെങ്കിൽ കാർട്ടിലാജിനസ് ഫിഷസിലാണ് ഈ പറയുന്ന വെർട്ടബ്രേറ്റ്സ് എല്ലാം ഉൾപ്പെടുന്നത്. ഇനി ക്ലാസ് കോൺട്രിക്തിസിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. സ്കിൻ ഈസ് കവേർഡ് ബൈ പ്ലക്കോയിഡ് സ്കെയിൽസ്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് ആൻഡ് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. എൻഡോസ്കെലിറ്റൻ ഈസ് കാർട്ടിലാജിനസ്. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ്. So these fishes have to swim constantly. They are ureotelic animals. They are dioecious. That means both sexes are separate. If you write any of 5 points, you will get 2.5 marks. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. Observe the following equation. E plus S gives ES, gives EP, gives E plus P. A. Explain the catalytic cycle of the enzyme on the basis of above equation. B. Write any 2 factors affecting enzyme activity. 18th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. കാറ്റലൈറ്റിക് സൈക്കിൾ ഓഫ് എൻസൈം ആക്ഷൻ 4 സ്റ്റെപ്പാണുള്ളത്. ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബൈൻഡിങ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദ എൻസൈം ടു ആൾട്ടർ ഇറ്റ്സ് ഷേപ്പ് സോ ദാറ്റ് ഇറ്റ് ഫിറ്റ്സ് മോർ ടൈറ്റ്ലി. And third step is the active site of the enzyme breaks the chemical bonds of the substrate. Hence, new enzyme product complex is formed. And fourth step is the enzyme releases the products of the reaction. അങ്ങനെ അവസാനം വരുന്ന ഫ്രീ എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് ടു അനദർ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. ഓരോ എൻസൈമിലും അല്ലെങ്കിൽ രാസാഗ്നി തന്മാത്രയിലും അഭികാരകം അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് വന്നു ചേരുന്ന ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ ഉയർന്ന പ്രവർത്തനശേഷിയുള്ള രാസാഗ്നി അഭികാരക സംയുക്തം ES കോംപ്ലക്സ് രൂപപ്പെടുന്നു. ഈ സംയുക്തം ക്ഷണനേരം കൊണ്ട് ഉൽപ്പന്നങ്ങളായി അതല്ലെങ്കിൽ പ്രോഡക്റ്റായി വിഘടിച്ച് മാറ്റത്തിന് വിധേയമാകാത്ത രാസാഗ്നികളുമായി ചേർന്ന് എൻസൈം പ്രോഡക്റ്റ് അല്ലെങ്കിൽ രാസാഗ്നി ഉൽപ്പന്ന സംയുക്തം ഉണ്ടാകുന്നു. ആദ്യം സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അഭികാരകം രാസാഗ്നിയുടെ അല്ലെങ്കിൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ സക്രിയ സ്ഥാനത്ത് പറ്റിപ്പിടിക്കുന്നു. അഭികാരകം പറ്റിപ്പിടിക്കുന്നതോടെ രാസാഗ്നിയുടെ രൂപം വ്യത്യാസപ്പെടുന്നു. അത് അഭികാരകത്തെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്നു. അഭികാരകവുമായി ചേർന്നിരിക്കുന്ന രാസാഗ്നിയുടെ സക്രിയ സ്ഥാനം അഭികാരകത്തിലെ രാസബന്ധനങ്ങളെ വിഘടിപ്പിക്കുകയും പുതിയ രാസാഗ്നി ഉൽപ്പന്ന സംയുക്തമുണ്ടാവുകയും ചെയ്യുന്നു. രാസാഗ്നി ഉൽപ്പന്നത്തെ സ്വതന്ത്രമാക്കുകയും സ്വതന്ത്രമായ രാസാഗ്നി അടുത്ത അഭികാരക തന്മാത്രയുമായി ചേരാൻ തയ്യാറാവുകയും വീണ്ടും രാസത്വരക ചക്രത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. 18th ക്വസ്റ്റ്യൻ്റെ പാർട്ട് ബി നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ആർ ടെമ്പറേച്ചർ, pH ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇതിൽ ഏതെങ്കിലും 2 എഴുതുക. 19th ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രമാണ്. ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൻ്റെ സബ് ഡിവിഷൻസായ
3 ഭാഗങ്ങൾ എ ബി സി എന്നിവ നമ്മൾ എഴുതണം. മിഡ് ബ്രെയിനിൻ്റെ ഭാഗവും അതുപോലെ ഡി എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. ഹൈൻഡ് ബ്രെയിനിൻ്റെ ഇ എഫ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. മറ്റേ ഭാഗം മെഡുല്ല എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫോർ ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങളാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. സോ എ ഈസ് സെറിബ്രം, ബി ഈസ് തലാമസ്, സി ഈസ് ഹൈപ്പോതലാമസ്. ഇനി മിഡ് ബ്രെയിനിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഡി കോർപ്പോറ ക്വാഡ്രിജെമിന. അടുത്തത് ഹൈൻഡ് ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ്. ഇ പോൺസ് വരോളി, എഫ് സെറിബെല്ലം. ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ 6 വാക്കുകളും ശരിയാണെങ്കിൽ 3 മാർക്ക് കിട്ടും. അവസാനത്തേതും 20ാമത്തേതുമായ ചോദ്യം. SAN and AVN are the 2 nodal tissues seen on the heart. Discuss how these nodal tissue regulated the contractile activity of heart. ഹൃദയത്തിൽ കാണപ്പെടുന്ന നോഡൽ കലകളാണ് SAN-ഉം AVN-ഉം. ഈ കലകൾ എങ്ങനെയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് എന്ന് വിശദീകരിക്കുക. SA node and AV node are nodal tissues found in the wall of the heart which are auto-excitable. SA node is situated on the right upper corner of right atrium. SA node is the pacemaker of the heart, initiating and maintaining the rhythmic contractile activity of the heart. Atria contract due to the action potential generated by SA nodes. AV node is situated in the lower left corner of the atrium. AV node transmits the action potential from SA node to the entire ventricular muscles.